നമസ്കാരം. നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം എന്ന് പറയുകയും വേട്ടക്കാർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന CPM-ന്റെ തനി സ്വഭാവം പുറത്തു വരികയാണിപ്പോൾ. നവീൻ ബാബുവിന്റെ മരണത്തിലെ ദുരൂഹതയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ സർക്കാരും പാർട്ടിയും എതിർക്കുകയാണ്. അതിനിടെ കേസിലെ പ്രതിയായ PP ദിവ്യയെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അണിയറയിൽ ശക്തമായിരിക്കുകയാണിപ്പോൾ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് അംഗം എന്ന പദവിയിലേക്കാണ് വെള്ളിയാഴ്ച രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ PP ദിവ്യയെ തിരഞ്ഞെടുത്തത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന് മയ്യിൽ ഡിവിഷനിലെ NV ശ്രീജിനി രാജിവെച്ച ഒഴിവിലേക്കാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ജാമ്യം ലഭിച്ച PP ദിവ്യയെ ഉൾപ്പെടുത്തിയത്. NV ശ്രീജിനിയെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുത്തു. ഡിസംബർ 11-നാണ് സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക. PP ദിവ്യയെ സ്ഥിരം സമിതി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള അണിയറ നീക്കവും സജീവമാണ്. കണ്ണൂർ ADM പത്മചന്ദ്രക്കുറുപ്പാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചത്. നേരത്തെ ADM നവീൻ ബാബു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നപ്പോൾ CPM PP ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുമെല്ലാം നീക്കം ചെയ്തിരുന്നു. എന്നാൽ കല്യാശ്ശേരി ഡിവിഷൻ അംഗമായ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുകയായിരുന്നു. ഇരണാവ് ബ്രാഞ്ചിലേക്കാണ് ദിവ്യയെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയത്. സ്വന്തം വീട് നിൽക്കുന്ന പ്രദേശമായ പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനത്തിലും ദിവ്യയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാര്യങ്ങൾ ഇങ്ങനെയെങ്കിലും പാർട്ടി ജില്ലാ നേതൃത്വത്തിലെ ചില നേതാക്കൾ PP ദിവ്യയ്ക്ക് പൂർണ്ണമായ പിന്തുണയാണ് രഹസ്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി അഭിഭാഷകനായ K വിശ്വനാണ് ദിവ്യയുടെ കേസ് വാദിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയതും വിശ്വന്റെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ്. കണ്ണൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ പ്രമുഖ നേതാക്കളും എത്തിയിരുന്നു. ഇത് വിവാദമായതിനെ തുടർന്ന് ദിവ്യക്കെതിരെയുള്ള അച്ചടക്ക നടപടി തെറ്റുതിരുത്താൻ വേണ്ടിയുള്ളതാണ് എന്നും പാർട്ടി നേതാക്കൾക്ക് അവരെ കാണുന്നതിൽ വിലക്കില്ല എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. എന്തായാലും ഏത് സാഹചര്യം വന്നാലും ദിവ്യയെ പാർട്ടി കൈവിടില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ നടപടിയിലൂടെ. അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജി പരിഗണിക്കുന്ന ഈ ദിവസം തന്നെ ഇത്തരത്തിലൊരു സ്ഥാനക്കയറ്റം നൽകി ദിവ്യയെ സന്തോഷിപ്പിക്കാൻ പാർട്ടി ശ്രമിക്കുമായിരുന്നില്ല. അതിനർത്ഥം സഖാത്തിയെ വെറുപ്പിച്ചാൽ CPM-ലെ പല ഉന്നതർക്കും പൊള്ളുമെന്നും പലർക്കും അത് കൊള്ളുമെന്നും സാരം. എന്തായാലും ഇത് ദിവ്യയുടെ തിരിച്ചുവരവിന്റെ ഒരു തുടക്കം മാത്രമാണ്. പാർട്ടി തന്നെ ഒരു കറിവേപ്പിലയാക്കി എന്ന് പറഞ്ഞ ദിവ്യയുടെ നാവിനെ പേടിച്ചിട്ടോ എന്തോ ഇനി അങ്ങോട്ട് അത്തരം ഒരു പരാതിക്ക് ഇടം കൊടുക്കാതെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം.